ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പറയുന്നത് ഒരാളുടെ ഉള്ളിൽ അയാളുടെ എല്ലാ മുൻജന്മ ഓർമ്മകളും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഒരു ജന്മത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ജന്മങ്ങളെ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ തുടർച്ച ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? ഈ യാത്രയ്ക്ക് ഒരവസാനമുണ്ടോ? ഒരുപാട് പേർ ചോദിക്കുന്നൊരു ചോദ്യമാണത്. പല സ്പിരിച്വൽ ട്രഡീഷൻസും വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഈ ചോദ്യത്തിന് നൽകാറുണ്ട്. അതിലൊരു ഉത്തരം ഇങ്ങനെയാണ് പറയുന്നത്: ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ശരീരമുണ്ടെന്നാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ശരീരം ഫിസിക്കൽ ബോഡിയാണ്. ഈ ശരീരം രക്തം കൊണ്ടും മാംസം കൊണ്ടും എല്ലുകൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇതിന് പുറകിൽ മറ്റൊരു ശരീരമുണ്ടത്രേ, ആസ്ട്രൽ ബോഡി. ആസ്ട്രൽ എന്നാൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം, പ്രകാശം എന്നർത്ഥം. പറയുന്നത് ആസ്ട്രൽ ശരീരത്തിന് രക്തമോ മാംസമോ എല്ലോ ഒന്നുമില്ല. അതിനുള്ളത് പ്രകാശമാണ്. പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാണ് ആസ്ട്രൽ ശരീരം. പറയുന്നത് മനസ്സിനും പല ലെവലുകളുണ്ടെന്നാണ്. ഫിസിക്കൽ ബോഡിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മനസ്സിനൊരു ലെവലുണ്ട്. അതുപോലെ തന്നെ ആസ്ട്രൽ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനസ്സിന് മറ്റൊരു ലെവലുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ശരീരം അയാൾ ഉപേക്ഷിക്കുന്നു. ഒപ്പം മനസ്സിൻ്റെ ഫിസിക്കൽ ബോഡിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മനസ്സിൻ്റെ ഭാഗവും അയാൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ അയാളുടെ ആസ്ട്രൽ ബോഡി അയാളുടെ കൂടെ സഞ്ചരിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ ജന്മങ്ങളുടെ ഓർമ്മകളും ആസ്ട്രൽ ലെവലിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശരീരത്തിലെയും മുറിവുകളുടെ ഓർമ്മകൾ വരെ ഈ ലെവലിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് ശരീരങ്ങളുടെയും മനസ്സുകളുടെയും പല പല ലെവലുകൾക്കപ്പുറം മറ്റെന്തോ ഒന്ന് ഒളിച്ചിരിക്കുന്നു എന്നാണ്. ഓരോരുത്തരും ഇതിനെ ഓരോ പേരിട്ട് വിളിക്കുന്നു. ചിലർ ഇതിനെ സെൻറ്റർ എന്ന് വിളിക്കുന്നു, ചിലർ ഇതിനെ സോൾ എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ ഇതിനെ പരിശുദ്ധമായ ബോധം എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ ഇതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. നമുക്കിതിനെ കേന്ദ്രം എന്ന് വിളിക്കാം. പറയുന്നത് ഒരാളുടെ കേന്ദ്രത്തെ അനുഭവിക്കാത്തടത്തോളം, ഒരാളുടെ കേന്ദ്രത്തെ അറിയാത്തിടത്തോളം ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്കുള്ള യാത്ര അയാൾക്ക് തുടർന്നു കൊണ്ടേയിരിക്കേണ്ടി വരുന്നതാണ്. അവസാനമില്ലാത്ത യാത്രയാണത്. പറയുന്നത് നിങ്ങളും ആയിരക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ്. ചിന്തിക്കാൻ സാധിക്കാത്തത്രയും ജന്മങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഓരോ ജന്മം കഴിയുമ്പോഴും ആ ജന്മത്തിൻ്റെ ഓർമ്മകൾ ആസ്ട്രൽ ലെവലിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് ആ തുടർച്ച, ആ ലിങ്ക് ഉറപ്പുവരുത്തുന്നത്. ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്കുള്ള യാത്ര അവസാനമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് ജന്മങ്ങളുടെ ഓർമ്മകൾ ആസ്ട്രൽ ലെവലിൽ സൂക്ഷിക്കപ്പെടുമ്പോഴും ഒരാളുടെ ആത്മാവ് അൺഅഫക്റ്റഡ് ആണ്. അയാളുടെ കേന്ദ്രത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. പറയുന്നത് ശരീരങ്ങളുടെയും മനസ്സുകളുടെയും എല്ലാം ലെവലുകൾക്കപ്പുറം ഒരാൾക്ക് അയാളുടെ ആത്മാവിനെ സ്പർശിക്കാൻ സാധിച്ചാൽ അയാളൊരു ബുദ്ധയാണ്. ബുദ്ധയ്ക്ക് പുനർജന്മമില്ല. അയാൾ പിന്നെ ജനിക്കില്ല. അയാൾ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എല്ലാത്തിനും ഒരു വില നൽകേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകാൻ, പുനർജന്മങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വില ഇതാണ്: ഞാനെന്ന ചിന്ത.